ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങിയ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈയിൽ നിന്നുണ്ടാകുന്ന താരനും ചൊറിച്ചിലും അലർജിയും ഒന്നും തന്നെ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചാൽ വരുന്നതല്ല. അപ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കാത്ത ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമുക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാപ്പിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കാപ്പിപ്പൊടിയിലും അതുപോലെ തന്നെ തേയിലയിലും അടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഡാർക്ക് പിഗ്മെന്റ് നരച്ച മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് മുടി വളർച്ചയ്ക്കും ഏറെ നല്ലതാണ്. മുടിയുടെ ടെക്സ്ചർ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ തടയാനും കാപ്പിപ്പൊടി ഏറെ നല്ലതാണ്. അകാല നര തടയുവാനും മുടിയുടെ നിറം ഇരുണ്ടതും തിളക്കമുള്ളതുമാക്കി മാറ്റാനുള്ള ലളിതവും രാസരഹിതവും ഏറ്റവും ഫലപ്രദവുമായ ഒരു വീട്ടുവൈദ്യമാണ് കോഫിയും അതുപോലെ തന്നെ തേയിലയും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ്. നല്ലതുപോലെ കുറുകി വറ്റി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളതെങ്കിലും നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹെയർ ഡൈ കൊണ്ട് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ മുടിക്ക് ഏറെ നല്ലതാണ്. ഇത് മുടി വളർച്ചയെ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നുണ്ട്. അകാല നര ഒഴിവാക്കാനുള്ള നല്ലൊരു പ്രതിവിധിയാണിത്. ഉലുവയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ മുടി വളർച്ചയെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫോളിക് ആസിഡ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. കുതിർത്ത ഉലുവ അരച്ച് മുടിയിൽ തേക്കുന്നത് മുടി കൊഴിച്ചൽ തടയാനും അതുപോലെ തന്നെ മുടിക്ക് തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഉലുവ കുതിർത്ത് അരച്ചതിൽ ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് തലയിൽ പുരട്ടിയാൽ താരൻ തടയാനും ഇതേറെ നല്ലതാണ്. കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് മുടിയിൽ പുരട്ടുന്നത് മുടിക്ക് കറുപ്പ് നിറം നൽകാൻ ഏറെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉലുവ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഉലുവ ഇവിടെ നന്നായിട്ടൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളർച്ചയെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ താരൻ അകറ്റാനും ഏറെ നല്ലതാണ്. മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ ഈ ഹെയർ ഡൈ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കറിവേപ്പില, തേയില, കാപ്പിപ്പൊടി, ഉലുവ എന്നിവയെല്ലാം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ സഹായിക്കുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ മുടി കൊഴിച്ചിൽ ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇതില്ലാതാക്കാൻ ഈ ഹെയർ ഡൈ ഉപയോഗം നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് താരൻ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉറപ്പും ആരോഗ്യവും നൽകാനും സഹായിക്കുന്നുണ്ട്. ഈ ഹെയർ ഡൈ ഉപയോഗിക്കും തോറും നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ നിറവും ലഭിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവയുടെ കളർ ഒരു ഡാർക്ക് നിറം ആകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഉലുവ ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബ്ലാക്ക് കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഉലുവ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഉലുവയും കറിവേപ്പിലയും കിട്ടേണ്ടത്. ഇവിടെ ഉലുവ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫൈൻ പൗഡറായിട്ട് ഈ ഉലുവയും കറിവേപ്പിലയും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ്. ഹെയർ ഡൈക്കും അതുപോലെ തന്നെ മറ്റ് ഹെയർ മാസ്കുകൾ തയ്യാറാക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള മൈലാഞ്ചിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മൈലാഞ്ചിപ്പൊടി വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരെ. അപ്പം ഞാൻ ആ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെയിം കമ്പനിയുടെ തന്നെ നെല്ലിക്കാപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ വളരെ ഓർഗാനിക്കുമാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നെല്ലിക്കാപ്പൊടി ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് താരൻ അകറ്റാനും അതുപോലെ തന്നെ മുടിക്ക് കരുത്ത് നൽകാനും സഹായിക്കുന്നു. മൈലാഞ്ചിപ്പൊടി മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ടും സഹായിക്കുന്നുണ്ട്. മുടിക്ക് നിറം നൽകുന്നത് കൂടാതെ താരൻ അകറ്റാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും നമുക്ക് മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടിയുടെയും അതുപോലെ തന്നെ തേയിലയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഒരു മിക്സ്ചർ നിൽക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള കാപ്പിപ്പൊടിയുടെയും തേയിലയുടെയും ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എനിക്കിവിടെ നമ്മുടെ ഡൈ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുള്ള ഡൈ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഹെയർ ഡൈ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഡൈ മുടിയുടെ ഓരോ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മുടിയുടെ നരയുള്ള ഭാഗത്തെല്ലാം തന്നെ ഇത് പുരട്ടണം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല നിറം ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ അടുപ്പിച്ച് 1 മാസം ആഴ്ച 2 തവണ വീതം നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ ഹെയർ ഡൈ ഉപയോഗിക്കും തോറും നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ നിറവും ലഭിക്കും. കാരണം ഇത് ചേർത്തിരിക്കുന്ന എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.